ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. തീവ്ര വോട്ടർ പട്ടികയുടെ ആദ്യ പരീക്ഷണശാലയായ ബീഹാറിൽ പ്രചാരണങ്ങളിലുടനീളം വാക്പോരുകൾക്കും വാഗ്ദാന പെരുമഴയ്ക്കും ഇത്തവണയും ഒട്ടും കുറവുണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങും മുൻപേ വോട്ട് ചോരി യാത്രയുമായി ബീഹാറിനെ ഇളക്കി മറിച്ചിരുന്നു രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം എത്തിയപ്പോൾ എല്ലാം പഴയപടിയായി. സീറ്റിനായി തെരുവിൽ തല്ലിയുള്ള കലാപം വരെ കണ്ടു. RJD കോൺഗ്രസ് തർക്കം മോദി വേദികളിലെല്ലാം ആയുധമാക്കി. നിതീഷിന്റെ തട്ടകമായ ബീഹാറിൽ ഒറ്റയ്ക്ക് വഴിവെട്ടാനായിരുന്നു BJPയുടെ നീക്കം. നിതീഷിനെ തളച്ച് ചിരാഗ് പാസ്വാനെ മുന്നിൽ കൊണ്ടുവരാൻ നോക്കിയ കുതന്ത്രം. നിരീക്ഷകരായ ഡോക്ടർ ഫസൽ ഗഫൂർ, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ദാമോദർ പ്രസാദ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ മറ്റന്നാൾ നടക്കാനിരിക്കുന്നത്. പ്രചാരണങ്ങൾ ചൂടുപിടിച്ചതായി നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഒന്നാം ഘട്ടത്തിലുള്ള പ്രചാരണം അവസാനിക്കുകയായിരുന്നു. കൊട്ടിക്കലാശമാണ്. മോദിയുടെ പ്രസംഗം ജംഗിൾ രാജ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ ജംഗിൾ രാജൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടാകുമോ എന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ 20 വർഷമായി NDA ഭരിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി നിതീഷ് കുമാറാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പാകുമോ? ഏറെ കൗതുകം ജനിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തീർച്ചയായും ബീഹാറിൽ നടക്കുന്നത്. കാരണം വോട്ട് അധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി ജനങ്ങളെ സമീപിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. കേന്ദ്രത്തിൽ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ നടപടിക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ജാതി സെൻസസ് ഒരു വലിയ വിഷയമായതിനു ശേഷം അതിന്റെ പ്രഭവ കേന്ദ്രമായ ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഇതെല്ലാം തന്നെ വലിയ പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. സ്റ്റേക്സ് വെരി ഹൈ. രണ്ട് വിഭാഗത്തിനും NDAയ്ക്കും മഹാഗഠബന്ധനും ഒരുപോലെ തന്നെ അഭിമാന പ്രശ്നമാണ്. ഒരു പരിധിവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് പോലും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇത് ജംഗിൾ രാജിനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ 20 വർഷത്തിന് ശേഷം ലാലു യുഗം അവസാനിച്ചിട്ട് 2 പതിറ്റാണ്ടായി. അതിനുശേഷം തുടർച്ചയായി 9 തവണയാണ് നിതീഷ് കുമാർ UPA മുന്നണിയിൽ നിന്നുകൊണ്ടും NDA മുന്നണിയിൽ നിന്നുകൊണ്ടും മാറിയും മറിഞ്ഞും ചാഞ്ഞും ചരിഞ്ഞും മുഖ്യമന്ത്രി പദത്തിൽ നല്ല മെയ്വഴക്കത്തോടുകൂടി 9 തവണയാണിത്. 10ാം ഊഴമാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ജയിച്ചു വന്നാൽ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ മഹാഗഠബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടുന്നതിന് കോൺഗ്രസിന് ചെറിയ ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നത് മുൻകാലങ്ങളിലെ ഒരു ജംഗിൾ രാജിനെ കുറിച്ചുള്ള ലാലു റാബ്രി യുഗത്തിലെ ജംഗിൾ രാജ്, അരാജകത്വം നിറഞ്ഞതെന്ന് കരുതപ്പെടുന്ന ആ ഒരു യുഗം. അവിടെ ഒരുപാട് കൊള്ളിവയ്പ്പുകൾ, മോഷണം, പിടിച്ചുപറി, ക്രമസമാധാന നില തകർച്ച, അത് മാത്രമല്ല ചില വിഭാഗങ്ങളുടെ അഴിഞ്ഞാട്ടം, ഇതെല്ലാം തന്നെ വളരെ മോശപ്പെട്ട ഓർമ്മകളാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു 20 വർഷത്തിന് ശേഷം ആ ഓർമ്മകൾ വളരെ ദുർബലമായിരിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകളുടെ വോട്ട് വളരെ നിർണായകമാണ് ബീഹാറിൽ. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും തിക്തഫലം അനുഭവിച്ചത് സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് വേണ്ടി വൻപൻ വികസന പദ്ധതികളാണ് രണ്ട് വിഭാഗങ്ങളും ഇപ്പോൾ പറയുന്നത്. നിരന്തരം നിതീഷ് കുമാറിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ വിമൻ വോട്ട്, ജാതി കണക്കുകളെല്ലാം തന്നെ നമുക്കറിയാം, ജാതി സമവാക്യങ്ങൾ വളരെ പ്രബലമാണ്. പക്ഷേ അതിലുപരിയായി വിമൻ വോട്ട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ബീഹാറിൽ. ഇപ്പോഴും മദ്യനിരോധനം കൊണ്ടുവരുമെന്നുള്ള നിതീഷ് കുമാറിന്റെ ഉറപ്പ് കഴിഞ്ഞ തവണയൊക്കെ മദ്യനിരോധനമാണ് സ്ത്രീ വോട്ടർമാരെ ഒരു തരത്തിൽ നിതീഷിലേക്ക് അടുപ്പിച്ചത്. ഈ പറഞ്ഞ പദ്ധതികൾക്കൊപ്പം തന്നെ മദ്യനിരോധനം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. പക്ഷേ ഈ മദ്യനിരോധനത്തിന് ശേഷം അവിടെ വ്യാജ മദ്യത്തിന്റെ ഒഴുക്ക്, അതിൽ കേസിൽപ്പെടുന്നവർ, അവിടെ അങ്ങനെ ജയിലിലായവരുടെ കണക്കൊക്കെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ദരിദ്രരായ ദളിത് വിഭാഗമാണ് ജയിലുകളിൽ കിടക്കുന്നത്. അതൊരു തിരിച്ചടിയാകുമോ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ്. അതോടൊപ്പം തന്നെ SIRന് ശേഷം സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ 2% കുറവ് വന്നിരിക്കുന്നു. അവിടെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണമാണ് പരമ്പരാഗതമായി ബീഹാർ തെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ പോലും വോട്ടേഴ്സ് ലിസ്റ്റ് അനുസരിച്ച് 7,50,00,000 വോട്ടർമാരുള്ളതിൽ പുരുഷന്മാരാണ് എണ്ണത്തിൽ കൂടുതലെങ്കിലും വന്ന് വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ സ്ത്രീകൾ പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ 1-2% കൂടുതലാണെന്ന് കാണാം. അതിനുള്ള പ്രധാന കാരണം മൈഗ്രേഷനാണ്. ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ഓഫ് മെൻ വർക്ക് ഫോഴ്സ് ടു അതർ സ്റ്റേറ്റ്സ്. അതാണ് പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല സ്ത്രീകൾ വളരെ ഒരു സംഘടിതമായി തന്നെ ചില ഇടങ്ങളിൽ വോട്ട് ചെയ്യാറുണ്ട്. അതിനൊരു കാരണം ഈ മദ്യ നിരോധന നയം നിതീഷ് കുമാർ അധികാരത്തിൽ ഉള്ളപ്പോൾ തങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ട് എന്നൊരു കണക്കാണ്. മാത്രമല്ല ഇപ്പോൾ 10,000 രൂപയാണ് ഈ 2-3 ഗഡുക്കളായി സ്ത്രീകളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വന്ന് വീഴുന്നത്. 2 ഗഡു നൽകി കഴിഞ്ഞു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് സമാപിക്കുന്നതിന് മുൻപ് തന്നെ 3ാം ഗഡുവും കിട്ടുകയാണ്.
അപ്പൊ അങ്ങനെ ദർ ഇസ് സംതിങ് ടു ഷോ ഇൻ ദ അക്കൗണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിനെ കടത്തി വെട്ടുന്ന പുത്തൻ ജംബോ പ്രഖ്യാപനമാണ് തേജസ്വി യാദവിന്റെ ഭാഗത്തു നിന്ന് മഹാഗഠബന്ധന് വേണ്ടി വന്നിരിക്കുന്നത്. 30,000 രൂപയാണ് ഓരോ സ്ത്രീക്കും ഒരു വർഷത്തിൽ. അത് ജനുവരിയിൽ ആദ്യ ഗഡു അത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ജനുവരി 2026 മഹാഗഠബന്ധൻ ജയിച്ചു വന്ന് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ 30,000 rupees in every woman's account. അത് ജീവിക ദീദി അംഗങ്ങൾക്കാണ് ഈ മാസം 30,000 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച വിജയകരമായി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അതിന്റെ ചുവട് പിടിച്ചാണ് അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, 2.5 കോടി ഭവനങ്ങളിലേക്ക്, അത് എല്ലാ വീടുകളിലേക്കും. കാരണം 13 കോടി ജനങ്ങളാണ് ബീഹാറിലുള്ളത്. അതിലേതാണ്ട് 2.5 കോടി ഭവനങ്ങളുണ്ട്, വീടുകളുണ്ട് എന്നാണ് കണക്ക്. ആ ഓരോ വീട്ടിലും ഓരോ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകും? അതും മഹാഗഠബന്ധന്റെ പോൾ പ്രോമിസ് ആണ്. ഇതൊക്കെ വൻപൻ പ്രോമിസുകളാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിലെ ഇപ്പൊ ഇന്ന് പോളിംഗ് ഈ പരസ്യ പ്രചരണം അവസാനിക്കുന്ന നിമിഷങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു, 1ാം ഘട്ടത്തിന്റെ. അപ്പൊ ആ ഒരു രീതിയിലുള്ള വൻപൻ പ്രഖ്യാപനങ്ങളിലൂടെ ജനമനസ്സുകളെ ഇളക്കാൻ 2 ഭാഗവും ശ്രമിക്കുന്നു. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് സമവാക്യങ്ങളിൽ, ജാതി സമവാക്യങ്ങൾ കൃത്യമായ ഫോർമുലയിൽ തന്നെയാണ് 2 വിഭാഗങ്ങളും പോകുന്നത്. NDA സംബന്ധിച്ചിടത്തോളം നോൺ യാദവ് OBCയുടെ അചഞ്ചലമായ പിന്തുണ, പ്രത്യേകിച്ചും കുർമി ഖൊയ്രി വിഭാഗങ്ങളുടെ പിന്തുണ നിതീഷ് കുമാറിനുണ്ട്. മുന്നാക്ക വിഭാഗങ്ങൾ, ഭൂമിഹാറുകൾ, അതുപോലെയുള്ള ഠാക്കൂർമാർ, ഇതെല്ലാം കൊണ്ടുവരുന്ന വോട്ടുകൾ BJPയും കൊണ്ടുവരും. അങ്ങനെ കൃത്യമായ ഒരു വോട്ട് ബേസ് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ബേസിസിലാണ് NDA മുന്നണി മുന്നോട്ട് പോകുന്നത്. മറുപക്ഷത്ത് ഇന്ത്യ മുന്നണിക്കും അതേപോലെ തന്നെ ഒരു വോട്ട് ബേസ് ഉണ്ട്. യാദവ് ആൻഡ് മുസ്ലിം MY കോമ്പിനേഷൻ, പരമ്പരാഗതമായ മുസ്ലിം യാദവ് കോമ്പിനേഷൻ ഇപ്പോഴും ഇൻടാക്ട് ആയിട്ട് നിൽക്കുന്നു. അസദുദ്ദീൻ ഒവൈസിയുടെ AIM മുസ്ലിം മജ്ലിസ് ഇത്തിഹാദ് ചില വോട്ടുകളെല്ലാം കട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അവിടെയും ഒരു കാസ്റ്റ് ബേസ്ഡ് കോയലീഷൻ ഉണ്ട്. 2 കാസ്റ്റ് ബേസ്ഡ് കോയലീഷൻ തന്നെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. അഭിമുഖം നൽകിയുണ്ടായി. പക്ഷേ വയസ്സിന്റെ പ്രതികരണമൊക്കെയും രാഹുൽ ഗാന്ധിക്കെതിരെയാണ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഒരു മാറ്റമുണ്ടാക്കും ബീഹാറിൽ എന്നങ്ങ് കരുതുന്നുണ്ടോ? ഇപ്പോൾ ഈ RJDയെ സംബന്ധിച്ച് മുസ്ലിം യാദവ് വോട്ടുകളുടെ ബലമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം, രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന പുതിയ നിലപാടുകളൊക്കെ തന്നെയും ഇപ്പോൾ ദളിത് പിന്നാക്ക വോട്ടുകൾ കൂടി സമാഹരിക്കാൻ സഹായകമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് എത്രത്തോളം ഇന്ത്യ സഖ്യത്തിന് സഹായകരമാകും? ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ദളിത് വോട്ട് നമുക്ക് വേണമെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാം. കോൺഗ്രസിന് ദളിത് വോട്ടുണ്ട്, അതേമാതിരി തന്നെ പാസ്വാൻ. ആ ദളിതിൻ്റെ ഇടയിൽ 2 വിഭാഗമുണ്ട്, ദളിതും മഹാദളിതും. ഇപ്പം ദളിത് വിഭാഗമാണ് കൂടുതൽ നിൽക്കുന്നത് ഇവരുടെ കൂടെ, പാസ്വാനും മഹാദളിത്. അത് ഈ മുഷഹാർ എന്ന് പറഞ്ഞിട്ടുള്ള എലിയത്തിനൊരു വിഭാഗമുണ്ട്, അവരതാണ് ജിതേന്ദ്ര റാം മാഞ്ചിയൊക്കെ. അല്ലാത്ത ദളിതുകളുണ്ട്. ആ ദളിതുകൾ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് കാര്യം. EBC, അതായത് എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് RJD തന്ത്രെടുത്ത് നോക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ മുകേഷ് സാഹ്നിയുടെ മറ്റേ ബോട്ട്മൻ്റെ പാർട്ടി, അതായത് മല്ല എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ട്മൻ്റെ, അത് VIP, ആ പാർട്ടി പക്ഷേ ഇതുവരെ ഇലക്ഷനിൽ അതിൻ്റെ ഒരു മാറ്റ് തെളിയിച്ചിട്ടില്ല, ഒരു പോരാട്ടം കാഴ്ചവെച്ചിട്ടില്ല. അതിന് MLA മാരൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കൂടെ തരത്തിലാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയായിട്ടും ഞാൻ പറയാം, പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ബീഹാർ ഇന്ത്യയുടെ മാറ്റത്തിൻ്റെ സ്ഥലമാണ്. ചമ്പാരൻ മഹാത്മാഗാന്ധി, അതിനുശേഷം എമർജൻസി ജയപ്രകാശ് നാരായൺ, അതിനുശേഷം മണ്ഡൽ കമ്മീഷൻ അതിനുശേഷം പിന്നോക്ക ജാതികളുടെ ഭരണം കഴിഞ്ഞ നിതീഷ് RJD ഒക്കെ ഇട്ട്. എന്നാൽ കൂടി ഒരു തരത്തിലുള്ള പുരോഗതി ആരും പറയണ്ട. നിതീഷിനും ക്ലെയിം ചെയ്യാൻ പറ്റില്ല, RJDക്കും പറ്റൂല, കോൺഗ്രസിനും പറ്റൂല. ഞാൻ 6 മാസം മുമ്പ് ബീഹാറിൽ ഹാജിപൂർ തുടങ്ങിയിട്ടുള്ള നിയോജകമണ്ഡലങ്ങളിലൊക്കെ വേറൊരു കാര്യത്തിനായിട്ട് പോയിരുന്നു. അവിടെ പഴയ മാറ്റത്തിനുണ്ട്. പട്ന സിറ്റി കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലാതെ അതിനപ്പുറത്തൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഇപ്പോഴും ജാതി തന്നെയാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഈ പേരിലൊരു ചെറിയ വ്യത്യാസം കാണുന്നു ഞാൻ. മഹാഗഠബന്ധൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ BJPയാണ് മഹാഗഠബന്ധൻ നിൽക്കുന്നത്. കാരണം BJP, JDU, മറ്റേ പാസ്വാൻ, പിന്നെ ജിതിറാം മാഞ്ചി, അവരാണ് വലിയ മഹാഗഠബന്ധൻ. അവരുടെ വോട്ട് നിങ്ങൾ കഴിഞ്ഞ വോട്ടുകൾ നോക്കുക, 10-20 കൊല്ലത്തെ വോട്ട് നോക്കുകയാണെങ്കിൽ ഇത്. പിന്നെ പ്രശ്നം വരുന്ന കാര്യം പറയാം. JDUവിനെ ഈ ഇലക്ഷനോട് കൂടി BJP കൊല്ലും.
എന്താ കാര്യം എന്ന് വെച്ചാൽ JDU-വിനെ കഴിഞ്ഞ തവണ അവർ കൊല്ലാൻ നോക്കി. ചിറാഗ് പാസ്വാനെ കൊണ്ട് 26 കാൻഡിഡേറ്റ് 24 കാൻഡിഡേറ്റ് അവരെ തോറ്റു കഴിഞ്ഞ തവണ, ചിറാഗ് പാസ്വാൻ കാരണം. ഇപ്പുറത്തെ വശത്ത് BJP വേറെ തന്ത്രം എടുക്കുന്നുണ്ട്. അതായത് ഈ മുസ്ലിം വോട്ട് പുലർത്താനായിട്ട് 35 സ്ഥലത്താണ്, അതായത് 20% കൂടുതൽ മുസ്ലിമുള്ള 35 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആണെന്ന് എൻ്റെ ഓർമ്മ ഇവർ MIM-നെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? MIM എന്ന് പറഞ്ഞ ഒരു വിഷമാണ്. ആ വിഷം കോൺഗ്രസ് പിടിക്കാൻ കാളകൂടന്മാർ കോൺഗ്രസ് ഔട്ടാവും. അപ്പുറത്തെ വശത്ത് ആണെങ്കിൽ അത് മറ്റേ രാജവെമ്പാലുള്ള വിഷന്മാരിക്കും. അപ്പോൾ അതിന് ആർക്കും വേണ്ട. പക്ഷേ അതൊരു വോട്ട് കട്ടറായിട്ട് മാറും. മനസ്സിലായില്ലേ? ആ നിലക്ക് കോൺഗ്രസ് ഇവർക്ക് ചിലപ്പോൾ പരിക്ക് പറ്റും. ഇവർക്ക് പരിക്ക് പറ്റും. കാരണം എന്താ അറിയോ, ഒരു സംഭവം കൂടെ ഞാൻ പറയാം. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ അങ്ങയിലേക്ക് തന്നെ വരാം. ഞാൻ ശ്രീ ദാമോദർ പ്രസാദിലേക്ക് പോകുന്നു. ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രസംഗം, അതിലൊരു മോദിക്കെതിരെ പറയുന്നൊരു കാര്യം, മോദിജി എപ്പോൾ നോക്കിയാലും ഏതെങ്കിലും രാജ്യത്ത് കറങ്ങി നടക്കുകയായിരിക്കും, അതല്ല എങ്കിൽ തനിക്ക് കിട്ടിയ അപമാനങ്ങളുടെ കണക്ക് പറയുകയാകും. ഇങ്ങനെ അപമാനങ്ങളുടെ കണക്ക് പറഞ്ഞ് കരഞ്ഞ് വിളിക്കാതെ ഈ രാജ്യത്തിന് പ്രധാനമന്ത്രിയായി പ്രതികരിക്കൂ എന്നുള്ളതാണ്. ഈ രാജ്യം കരയുകയാണ്, യുവാക്കൾ കരയുകയാണ്, അവർ തൊഴിൽ ആവശ്യപ്പെടുകയാണ്, ഉപജീവന മാർഗം ആവശ്യപ്പെടുകയാണ്. ബീഹാറിനെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികൾ എത്രത്തോളം ഇവിടെ പണിയെടുക്കുന്നു എന്നുള്ള അറിയാം. അവിടുത്തെ ഒരു ജീവിതാവസ്ഥ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. നമ്മുടെ പ്രതിനിധികളൊക്കെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണാം ഏറ്റവും മോശം അവസ്ഥയിലെ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, ജോലിയില്ലാത്ത അവസ്ഥ, യുവാക്കളുടെ അവസ്ഥ, സ്ത്രീകളുടെ അവസ്ഥയൊക്കെ ഏറ്റവും മോശം അവസ്ഥയാണ്. 20 വർഷമായി നിതീഷിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഭരിക്കുകയാണ്. ആ ഭരണം കൊണ്ടൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോൾ പ്രിയങ്കയുടെ ഈ പ്രസംഗം എത്രത്തോളം അവിടെ വോട്ടർമാരിലേക്ക് കടന്നു ചെല്ലും? ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് ഉപരിയായിട്ട് ഒരു യാഥാർത്ഥ്യം അതിനകത്ത് പ്രിയങ്ക വിവരിക്കുന്നത് ഇന്ന് വിശദമായിട്ട് ഹിന്ദു പത്രത്തിൽ അതിനെക്കുറിച്ചിട്ട് കാണാം നമുക്ക്. അതായത് ഏറ്റവും ഒരു ക്രൂഷ്യൽ ഇഷ്യൂ അവിടെ നിലനിൽക്കുന്നത് യുവാക്കളുടെ ഇടയിലുള്ള വ്യാപകമായിട്ടുള്ള തൊഴിലില്ലായ്മ തന്നെയാണ്. അത് അതിവ്യാപകം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ളൊരു പ്രതിസന്ധി ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ വലിയ തോതിൽ തന്നെ വീട്ടിൽ അവശേഷിക്കുന്ന സമ്പത്ത് വിറ്റ് പഠിക്കാനായിട്ട് പാറ്റ്നയിൽ വരിക, ചില കോച്ചിങ് സെൻറ്ററിൽ ചേരുക, പക്ഷേ ജോലി കിട്ടാതാവുക. അതേസമയം തന്നെ സർക്കാർ ജോലിയിലെ മറ്റ് സ്വകാര്യ മേഖല തീരെ അവിടെ സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് വ്യവസായവൽക്കരണം കാര്യമായി മുന്നോട്ട് പോയില്ല. പക്ഷേ ഇതൊരു 20 വർഷത്തെ ചരിത്രം മാത്രമല്ല, അതിന് ദീർഘ ഒരു ചരിത്രമുണ്ട്. ആ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദീർഘ ചരിത്രമുണ്ട്. കാര്യം അതൊരു വലിയൊരു പ്ലണ്ടറിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് വലിയൊരു ചരിത്രം ബീഹാറെ സംബന്ധിച്ചിട്ടുണ്ട്. കാര്യം നമുക്കറിയാവുന്ന പോലെ ഭൂപരിഷ്കരണം നടക്കാത്ത സംസ്ഥാനം, അതുപോലെ അതിഭീകരമായ ജാതി വ്യവസ്ഥ നിൽക്കുന്ന സംസ്ഥാനം, അങ്ങനെ അത് ഒരു 20 കൊല്ലത്തെ പ്രശ്നം മാത്രമല്ല, കാലങ്ങളായിട്ട് അതിൻ്റെ അകത്ത് ഒരു തരത്തിലും മാറ്റം സംഭവിച്ചില്ല. വാസ്തവത്തിൽ നമ്മൾ ജംഗൽ രാജ് എന്ന് വിളിക്കുന്ന കാലഘട്ടത്തിൽ ശരിയാണ് പല ഈ എന്താ പറയുക മാഫിയ ഡോൺമാരൊക്കെ രാഷ്ട്രീയത്തിൽ സജീവമായ സമയത്താണ് വാസ്തവത്തിലൊരു സിംബോളിക് പ്രതീകാത്മക തലത്തിലെങ്കിലും ഒരു ജാതി വ്യവസ്ഥ അട്ടിമറിക്കപ്പെട്ട കാര്യം. ലാലു പ്രസാദിൻ്റെ ജാതത്തിലൊരു വലിയ മാറ്റം ഏത് ചെറിയ തോതിലാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതീകാത്മക തലത്തിലാണെങ്കിലും വലിയ മാറ്റം വന്ന കാര്യം. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ആത്മധൈര്യത്തോടെ ഒരു ദളിതിന് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടുന്ന ഒരു ചെറിയ കാലഘട്ടം. അത് യാഥാർത്ഥ്യം. ജംഗൽ രാജ് എന്നൊക്കെ വിളിക്കാൻ എളുപ്പമാണ്. കാര്യം ആരാ വിളിക്കുന്നത്, മൂടിയത് വിളിക്കുന്നത് ജംഗൽ രാജ്. പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊരു ആത്മധൈര്യം ഉയർത്തിയിരുന്നു ഒരു വിഭാഗം ജനങ്ങളുടെ. കാര്യം മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ ഒരു കാലഘട്ടം കൂടിയാണ്. LK അദ്വാനി അറസ്റ്റ് ചെയ്ത ചരിത്രം കൂടി ഈ കൂട്ടത്തിൽ ഈ ബീഹാറിൻ്റെ ചരിത്രം പറഞ്ഞ സമയത്ത് അതുകൂടി നമ്മൾ പറയണം. കാര്യം ബീഹാറിന് വലിയ കാര്യം അത് വലിയൊരു കെട്ടാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ബീഹാറിനെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് നേരിടുന്ന വലിയ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ തൊഴിലില്ലായ്മയുടെ രൂക്ഷമായ പ്രശ്നമുണ്ട്, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തെ ഗുണം ചെയ്യുന്നതാണ്. അങ്ങനെ അജണ്ട രാഹുൽ ഗാന്ധി ശരിക്കും സെറ്റ് ചെയ്തിരുന്നു. ആ അജണ്ട എന്ന് പറയുന്നത് ഈ വോട്ടധികാർ യാത്രയെ ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള സ്പെഷ്യൽ എന്താ പറയുക ഒരു വളരെ റിപ്രസീവ് മെഷർ നിലയ്ക്കാണ് അത് വന്നത്. ആ റിപ്രസീവ് മെഷർ ഒരു വലിയ തരത്തിൽ എന്താ പറയുക ഒരു വോട്ടർ ഹരാസ്മെൻറ്റ് മെത്തേഡ് പോലെ തന്നെ നമുക്ക് നോട്ട് നിരോധനം പോലെ നമുക്കൊരു അനുഭവം ഉണ്ട്. അതിപ്പോൾ കേരളത്തിൽ നടപ്പാക്കിയ കാര്യം പ്രത്യേകം ചർച്ച ചെയ്യേണ്ട സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ കുറിച്ച്. കാരണം അതിനകത്ത് ഒരു ഹരാസ്മെൻറ്റിൻ്റെ വശമുണ്ട്. കാര്യം നമ്മളെല്ലാം നമ്മുടെ ഡോക്യുമെൻറ്റ്സായി പോയി പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ ഇത് തിരിച്ച് ഇങ്ങനെ ഈ ഇൻറ്റൻസീവ് റിവിഷനിൽ പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ നമ്മൾ നിർബന്ധവും സാഹചര്യവും അതിൻ്റെ ഒരു ആശങ്കയും അത് ഏതൊക്കെ തോതിൽ ബാധിക്കും എന്നുള്ളത്, അത് പൗരത്വം തന്നെ ബാധിക്കും തുടങ്ങിയുള്ള ഒരു ഒട്ടനവധി ആശങ്ക അത് ഒരു സംസ്ഥാനം മാത്രം ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ SIRന് ശേഷം സംഭവിച്ചൊരു കാര്യമാണ്. SIRന് ശേഷം സംഭവിച്ചാൽ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ട് വന്നിരിക്കുന്നു. അത്യധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ട്. അത് പരിഹരിക്കാൻ അപ്പോൾ ശുദ്ധീകരിച്ച ലിസ്റ്റിനകത്തും ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ടെന്നൊരു ആരോപണം. അപ്പോൾ
ആ വോട്ടധികാര യാത്ര ഒരു അജണ്ട സൃഷ്ടിച്ചിരുന്നു. ആ ജനാധിപത്യത്തെക്കുറിച്ച് അജണ്ടയായിരുന്നു. അത് അവിടെ ഒരു പുതിയ രാഷ്ട്രീയ തരംഗം സൃഷ്ടിച്ചിരുന്നു. രണ്ടാമതായിട്ട് നിതീഷ് കുമാർ പ്രായമായിട്ട് രാഷ്ട്രീയത്തിൽ പിന്മാറാനുള്ള സാധ്യത, കാര്യം BJP കംപ്ലീറ്റ് അധികാരം പിടിച്ചെടുക്കുമെന്നൊരു സാധ്യത നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവന്നാലും ആ പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ജൻ സ്വരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ പുതിയ പാർട്ടി വരികയും ആ നിലയ്ക്ക് ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു വിഭാഗം ഷെയർ കൊണ്ടുപോകാനുള്ള അതിനെതിരെ, അതുകൊണ്ട് തന്നെ ജൻ സ്വരാജ് പാർട്ടിക്കെതിരെ ആരോപണമുണ്ട്. കാര്യം അതൊരു BJPയുടെ ഒരു ഗെയിമായിട്ട് തന്നെ പല ആൾക്കാരും കണ്ട്. കാര്യം ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു വിഭാഗം അപ്പോൾ BJP എല്ലാവിധ ആ പൊളിറ്റിക്കൽ ഗെയിം കളിക്കും. പക്ഷേ ഇതിനെ അതിജീവിക്കാൻ ആൻറ്റി ഇൻകംബൻസിക്ക് പറ്റുമെന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് ആൻറ്റി ഇൻകംബൻസി ഫാക്ടറിന് തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിയൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി എവിടെ പോയിന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കാര്യം തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം കാണാതിരിക്കേണ്ട. കാര്യം ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പൊളിറ്റിക്സിൽ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നിങ്ങളൊരു സംഭവം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അവിടെ വന്ന് കുളത്തിൽ മീൻ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുണ്ട്. പക്ഷേ കഴിഞ്ഞ വോട്ടധികാര യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി അത് പലരും റിപ്പോർട്ട് ചെയ്യുന്നു കുറച്ചു കാലം അഭാവത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഹരിയാനയിൽ മരിച്ച ഹരിയാനയിലെ ഡോക്ടർ IAS ഓഫീസർ വീട്ടിൽ പോയി. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇലക്ഷൻസ് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും തേജസ്വി രാജന് ഒരു സ്പേസ് കൊടുക്കുന്നതായിരിക്കാം ഇതിനകത്ത്. പക്ഷേ ആ കൺസ്റ്റൻ്റായി നിൽക്കുന്ന, ഞാൻ പറയുന്നതായിട്ടല്ല, അത്രയൊരു രാഷ്ട്രീയ ലീഡറെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട. പക്ഷേ അതൊക്കെ ഒരു തരത്തിൽ എനിക്കൊന്ന് പ്രിയങ്കാരം ആ വേക്കമൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട് വേറത്തിൽ. അപ്പോൾ ഈ ആൻറ്റി ഇൻകംബൻസി എങ്ങനെ റിസൾട്ട് ചെയ്യും എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന വാദം. ആ ആൻറ്റി ഇൻകംബൻസി റിസൾട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള 100 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ ജൻ സ്വരാജ് പാർട്ടിയുടെ ഇടപാട് എന്തായിരിക്കും. നേരത്തെ സൂചിച്ച പോലെ OICയുടെ പാർട്ടി എങ്ങനെയാണ് സീമാഞ്ചൽ ഭാഗത്ത് വ്യാപകമായ രീതിയിൽ RJDക്ക് സഹായകമായിട്ട് വരേണ്ടതാണ് മുസ്ലിം വോട്ട്. കാര്യം അത് തീർച്ചയായിട്ടും അവിടെ ഒരു BJP വിരുദ്ധ ഒരു സാധ്യതയുണ്ട്. കാര്യം സീമാഞ്ചൽ വലിയ പ്രദേശമാണ്, ഒരുപാട് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്, അവിടെ ഒരുപാട് സീറ്റ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ OIC സൃഷ്ടിക്കുന്ന സ്പ്ലിറ്റ് ഒരു പക്ഷേ അത് BJPക്ക് അത്യന്തമായി NDAക്ക് ഗുണകരമായി മാറും. അതേപോലെ തന്നെ ഇപ്പോൾ കുർമി വിവാദത്തെക്കുറിച്ച് പറഞ്ഞു. അവരുടെ ഈ ആശങ്ക നിലനിൽക്കേണ്ട കാര്യം, നാളെ നിതീഷ് കുമാറിൻ്റെ ഒരു അഭാവത്തിൽ BJP ഇത് പിടിച്ചെടുക്കുമെന്നുള്ള കാര്യം. അവരൊക്കെ അതൊരു സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള ആൾക്കാരാണ്, BJPയുടെ ട്രെൻഡിൽ നിന്ന് വരുന്ന, BJPയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല. അപ്പോൾ അവർക്ക് ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതിനകത്ത്. കാര്യം നിതീഷ് കുമാറിൻ്റെ അഭാവത്തിൽ JDU വിഴുങ്ങപ്പെടും, അതുപോലെ BJP പാർട്ടി അധികാരം പിടിച്ചെടുക്കും തുടങ്ങിയ അങ്ങനെ ഒട്ടനവധി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മുന്നണി, ഇപ്പോൾ വിജയം മഹാഗഠബന്ധനാണെങ്കിലും NDA ആണെങ്കിലും ആരൊരു മേൽക്കൈ നേടിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷം ഒരു മേൽക്കൈ അത് സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അതിന് ആ മേൽക്കൈ നിലനിർത്താൻ സാധിച്ചു. അതിന് ചെറിയൊരു ആ മേൽക്കൈ വേണ്ട പോലെ നിലനിൽക്കാൻ സാധിച്ചോ എന്ന് എനിക്കറിയില്ല. അതിനൊക്കെ പിന്നോട്ട് ഒരു തരത്തിൽ നരേന്ദ്രമോദിയെ കൺഷനേക്കാമെന്നും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരുന്നു എന്നുള്ള ഒരു പോസിറ്റീവായ കാര്യം അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഈ അവസാന ഘട്ടത്തിലേക്ക് ആത്മവിശ്വാസം എത്രത്തോളം അവർ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അങ്ങയുടെ സംശയം. ഏതായാലും 35-കാരനായ തേജസ്വി പിന്നെ സ്ഥിരമായിട്ട് BJP പറഞ്ഞോളൂ. പിന്നെ സ്ഥിരമായിട്ട് BJP ഉന്നയിക്കുന്ന വാദമുണ്ട്, അത് ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ആണ്. അതൊരു നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിന് വസ്തുതയാണെങ്കിലും ഇവിടെ ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റാണ് നിൽക്കുന്നത്. അത് നമ്മൾ പല ആൾക്കാർ ഇവിടെയും കേരളത്തിലും ഉന്നയിക്കുന്ന കാര്യം ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ കാര്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. അതാണ് അതിൻ്റെ അകത്ത്. എല്ലാം കൊണ്ടും സഹായമാകും. അതെ, തീർച്ചയായിട്ടും. അതെ, തരൂർ സഹായിക്കുന്നതിൽ തന്നെയാണ് പറഞ്ഞത്. പല ഘട്ടങ്ങളിലും ശശി തരൂരിനെ പോലെ ആൾക്കാരും സഹായിക്കും. അപ്പോൾ ഒരു മൂർത്തമായ സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു പ്രത്യശാസ്ത്രമായിട്ടുള്ള ഒരു ഫൈറ്റാണ് നിൽക്കുന്നത്. കാര്യം അതാണ് മുഖ്യ വൈരുദ്ധ്യം. അല്ലാതെ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഇന്ന് തുടങ്ങിയതല്ല. പല ഘട്ടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല പാർട്ടികളും ഉണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഒരു പ്രത്യശാസ്ത്ര ഒരു സമരമായിരിക്കെ അതിനകത്ത് എന്താണ് ഇടപെടലിനെ കുറിച്ച് കൃത്യത തരൂരിനെ പോലെ ഇല്ല എന്നുള്ളത്. ധനൂരി ഡൈനാസ്റ്റി പാർട്ടിയിലേക്ക് തന്നെയല്ലേ പാർലമെന്ററി മെമ്പറായിട്ട് കടന്നു വന്നത്. ഇന്നിതിന് തിരിച്ചറിവുണ്ടായതില്ല. അപ്പോൾ ഈ സമയത്ത് മലയാളത്തിൽ അതെ, അപ്പോൾ അതൊക്കെ അറിയാഞ്ഞിട്ട് എഴുതല്ല, വളരെ ബോധപൂർവം തന്നെ ഒരു ഇലക്ഷൻ്റെ മൂർധന്യാവസ്ഥയിൽ അദ്ദേഹം എഴുതിയത് നിഷ്കളങ്കമായ എഴുത്തല്ല. അത് മലയാളത്തിൽ എഴുതിയാണെങ്കിലും അതിന് വ്യാപകമായിട്ട് പ്രസിഡന്റാവും. അപ്പോൾ ഇത്തരം ആൾക്കാർ കോൺഗ്രസിനോട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇവിടുത്തെ സെക്യുലർ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തോട് ചെയ്യുന്ന ഒരു തരത്തിൽ വഞ്ചനാപരമായ നിലപാടും കൂടി തിരിച്ചറിയാനുള്ള അവസരം കേരളത്തിലെ ആൾക്കാരും കൂടി ഉണ്ടെന്നൊരു അവസ്ഥയുണ്ട്. രണ്ടാമതായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻറ്റി ഇൻകംബൻസിയെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി ഇൻകംബൻസി തന്നെയാണ് പ്രധാനപ്പെട്ട ഫാക്ടർ ഈ ഇലക്ഷനിൽ. ഒരു സംശയം അതിൻ്റെ അകത്ത് വേണ്ട. ആൻറ്റി ഇൻകംബൻസിന് ഇവർക്ക് എങ്ങനെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് BJPയും നിതീഷ് കുമാറും രാഷ്ട്രീയ തന്ത്രങ്ങളും. അത് ചിരാഗ് പാസ്വാൻ ഉപയോഗിച്ചിട്ട്, ജൻ സ്വരാജ് പാർട്ടി ഉപയോഗിച്ചിട്ട്, നമ്മുടെ OICയുടെ MIM ഉപയോഗിച്ചിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസിനെ എങ്ങനെ ഓഫ്സെറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഒരു മേൽക്കൈ നേടാൻ പറ്റുന്ന ആലോചന. അല്ലാതെ ഈ നിതീഷ് കുമാറിന് തീർച്ചയായും ജാതി സർവേയുടെ ഒരു നേട്ടമുണ്ട്, പക്ഷെ അത് RJD ക്ലെയിം ചെയ്യണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ പോപ്പുലിസത്തിൻ്റെ ഒരു എലമെൻറ്റ്, അത് നമ്മൾ വേറെത്തിലൊരു ജനാധിപത്യത്തിൻ്റെ ഒരു മേന്മയായിട്ട് കാണണം.
കാര്യം ജനാധിപത്യത്തിൽ ആത്യന്തികമായിട്ട് വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അത് കേരളത്തിലായിക്കോട്ടെ ബീഹാറിലായിക്കോട്ടെ, അപ്പോൾ അവർക്ക് പോപ്പുലിസ്റ്റായ നിവൃത്തിയുള്ളൂ. അവരെ സിനിമ ഇലക്ഷൻ ഘട്ടത്തുമ്പോൾ പോപ്പുലിസ്റ്റ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളത് വോട്ടർമാരെ പേടിച്ചിട്ടാണ്. അത് ഈ ഭരണാധികാരികളുടെ മികവോ കഴിവൊന്നുമല്ല, വോട്ടർമാരെന്ന് വിളിക്കുന്ന ഒരു യാഥാർത്ഥ്യ ജനാധിപത്യത്തിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവർക്ക് നിർബന്ധമായിട്ട് അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് തീർച്ചയായും അതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ നിതീഷ് കുമാറിന്റെയും JDUവിന്റെയും ഭാവി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിൽ കൂടി കാണണ്ടേ? കാരണം 74 വയസ്സായി നിതീഷ് കുമാറിന്. അപ്പുറത്ത് തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന നേതാവിന് 35 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ എത്രത്തോളം സജീവമായി പ്രസംഗിച്ചുകൊണ്ട് വോട്ടർമാരെ കയ്യിലെടുക്കാനൊക്കെ നിതീഷിന് കഴിയുന്നു എന്നുള്ളൊരു വിഷയമാണ് നിൽക്കുന്നു. നിതീഷിന് പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഓർമ്മക്കുറവുണ്ട് എന്നൊക്കെ പരിഹാസ രൂപേണ RJD ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന് ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ JDU പിളരാനും ഒരു ഭാഗം RJDയിലേക്ക് ഒരു ഭാഗം BJPയിലേക്കൊക്കെ പോയി ആ പാർട്ടി തന്നെ ഇല്ലാതാക്കാനൊക്കെയുള്ള സാധ്യത എത്രത്തോളം അങ്ങ് കാണുന്നുണ്ട്? അതൊരു വലിയൊരു ചോദ്യമാണ്. അതിൻ്റെ പോസിബിലിറ്റി വളരെ ഹൈ ആണ്. കാരണം നോക്കൂ, JDUവിൻ്റെ ആബ്സെൻസിൽ ഒരു കാരണവശാലും കേന്ദ്രത്തിൽ BJPക്ക് ഭരിക്കാൻ പറ്റില്ല. അലയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് അലായിയാണ് JDU ഈ പറയുന്ന ചന്ദ്രബാബു നായിഡു. അവരുടെ രണ്ടുപേരുടെയും പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പം ഈ JDUവിൻ്റെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്ര മോശമായാലും അദ്ദേഹത്തിൻ്റെ ബാർഗെയിനിങ് പോയിന്റ് സെൻട്രലിലെ തെരഞ്ഞെടുപ്പുമായി സെൻട്രലിലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ പിടിവള്ളി. കാര്യം JDUവിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ JDUവിൻ്റെ മന്ത്രിസഭയിലുള്ള ആ പ്രസൻസ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇവർക്ക്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വർഷങ്ങളായി അവർ ആഗ്രഹിക്കുന്നതാണ് ബീഹാറിലെ ഭരണം. അവർ അധികാരം പിടിക്കാനായിട്ട് നന്നായി നോക്കുന്നുണ്ട്. അവിടെ ഏറ്റവും ഇപ്പം ഒപ്പീനിയൻ പോളുകൾ വരുന്നതനുസരിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇപ്പോൾ BJP ആവുമെന്നാണ് പറയുന്നത്. പക്ഷേ ബീഹാറിലെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ പലപ്പോഴും ഒപ്പീനിയൻ പോളുകൾ തെറ്റുകയാണ് പതിവ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം ഇന്ന് ഞാൻ കണ്ട ഒരു റിപ്പോർട്ടിനകത്ത് 70% ഒപ്പീനിയൻ പോൾ ശരിയാകുന്ന സ്ഥലത്ത് ബീഹാറിൽ വന്ന് കഴിയുമ്പോൾ ഒരു 55% കൂടുതൽ ഒപ്പീനിയൻ പോൾ ശരിയാകാറില്ല. അപ്പം ആ ഒപ്പീനിയൻ പോൾ ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് വെച്ച് ഒരു സീറ്റിൻ്റെ ഒരു എക്സ്ട്രാപ്പൊളേഷൻ നടത്തിയാൽ ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളുന്നുമില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, നിതീഷ് കുമാറിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉള്ളൊരു കാര്യമാണ്. കാര്യം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ടിരിക്കണം. അദ്ദേഹത്തിന് JDUവും എന്നൊക്കെ പറയുന്നത് പോലും അദ്ദേഹത്തിന് സെക്കൻഡറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, അദ്ദേഹത്തിന് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ സീറ്റിൻ്റെ എണ്ണം കുറയുകയും എന്നാൽ BJP അദ്ദേഹത്തെ സ്നബ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അയാൾ ഇപ്പുറത്ത് വരാൻ എപ്പോൾ വേണമെങ്കിൽ തയ്യാറാണ്. RJD കൂട്ടുക നമ്മൾ നേരത്തെ അത് കണ്ടിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ പോലും ഇതിനു മുമ്പ് അതെ, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്കൽ മെറ്റൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ BJP ശ്രമിക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് അവർക്ക് ശ്രമിക്കാൻ പറ്റുക, JDUവിന് കിട്ടുന്ന എത്ര BJP പിടിക്കുന്നു, JDUവിൽ നിന്ന് എത്ര അടർത്തി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു മിനിസ്ട്രി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കും നോക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ എന്ന് വെച്ചാൽ ഇവരെ അടർത്തി എടുത്തുകൊണ്ട് വന്നല്ല, ഇയാളുടെ പ്രസൻസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു മന്ത്രിസഭ NDAക്ക് ഉണ്ടാക്കാൻ പറ്റൂ, BJPക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതാ പറഞ്ഞു, ഈ പറയുന്ന NDA എന്ന് പറയുന്ന അലയൻസ് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഭീകരമായി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നത്. പിന്നെ അപ്പുറത്തെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും CPI, MLA ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നൊരു അലയൻസ്, അതിനകത്ത് സംശയമില്ലാത്തൊരു കാര്യമുണ്ട്. RJDക്ക് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് ആർക്കും സംശയം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സംശയമില്ല. ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നടക്കുന്നത് ഇപ്പുറത്താണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇവിടെ നേരത്തെ ദാമോദർ സാർ സൂചിപ്പിച്ചതുപോലെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാക്ടറുകളിലൊന്ന് ഈ പറയുന്ന പ്രശാന്ത് കിഷോറിൻ്റെയും ഒവൈസിയുടെയും പ്രസൻസ്. ആ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോഴും ഇപ്പോൾ താങ്കളുടെ പറഞ്ഞ എന്താ, താങ്കളുടെ റിപ്പോർട്ടേഴ്സ് അവിടെ പോകുമ്പം അത് ജംഗിൾ പോലെയാണ് കിടക്കുന്നത്. അതാണ് അവസ്ഥ. ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ട്രേസസ് പോലും ഇല്ലാത്ത സ്ഥലമാണ് ബീഹാർ ഇപ്പോഴും. അതുകൊണ്ട് നമ്മൾ ബീമാരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന ബീഹാറിൻ്റെ കാര്യമല്ലേ. അപ്പോൾ ഈ പറയുന്ന ഒരു അന്തരീക്ഷം, അവിടുത്തെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എല്ലാ രീതിയിലും മോശമായി കിടക്കുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് നിതീഷ് കുമാറാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാര്യം RJDയിലേക്ക് മാത്രം അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ 20 വർഷം എന്ന് പറഞ്ഞാൽ എക്കണോമിക് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും നടന്ന ഒരു ഇന്ത്യയാണ്. നമ്മളത് മറന്നു പോകരുത്. RJD ഭരിക്കുന്ന സമയത്ത് അത്രത്തോളം ഒരു
ഒരു ഫോസ്റ്ററിങ് എക്കണോമിക് സിറ്റുവേഷൻ ഇന്ത്യയിൽ ഇല്ല. ആ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട്. ഇപ്പം നോക്കൂ, എവിടെ നോക്കിയാലും കമ്പനികൾ, എവിടെ ഇപ്പം തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, ഇവരൊക്കെ വളർന്നത് കഴിഞ്ഞ 20 വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് ചെയ്തത്. ആ പ്രോഗ്രസിൻ്റെ ഒരു ഷെയർ കൃത്യമായി ബീഹാറിലേക്ക് വൃത്തിയായി വന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിതീഷ് കുമാറിൻ്റെ പ്രശ്നം തന്നെയാണ്. നിതീഷ് കുമാറിന് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല. ഈ രാജ്യത്തെ ഏത് സംസ്ഥാനം എടുത്തു നോക്കൂ, ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് നടത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ 10-25 വർഷങ്ങളാണ്. അതിനകത്ത് സിംഹഭാവവും പൂർണ്ണമായ ഭാവവും ഭരിച്ചിരിക്കുന്ന ഇദ്ദേഹമാണ്. എന്നിട്ട് ജംഗിൾ രാജിനെ കുറിച്ച് പ്രസംഗം നടത്തി മറ്റേവർ ജംഗിൾ രാജ് കൊണ്ടുവരും, അല്ലെങ്കിൽ അവരുടെ ഭരണം മോശമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റില്ല. എന്തൊക്കെ ന്യൂനതകൾ ബീഹാറിന് ഇപ്പോൾ ഉണ്ടോ, എന്തൊക്കെ ന്യൂനതകൾ ഇപ്പോൾ ബീഹാറിനുണ്ടോ, ആ ന്യൂനതകൾക്ക് നല്ല ശതമാനം സിംഹഭാഗത്തിൻ്റെയും റീസൺസ് ഇദ്ദേഹം തന്നെയാണ്. അത് നമ്മൾ മറന്നു പോകരുത്, അതൊരു കാര്യമാണ്. അടുത്തൊരു പോയിന്റ്, അതെനിക്കൊന്ന് വളരെ റെലവൻ്റ് ആയിട്ടൊരു പോയിന്റാണ്. ഈ ഇലക്ഷൻ സാധാരണഗതിയിൽ വിന്നിങ് ദ ഇലക്ഷൻ എന്ന് പറയുന്നതും മാനേജിങ് ദ ഇലക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. നമ്മൾ സാധാരണ ഇത് മത്സരിക്കും, നമ്മൾ ജയിക്കും, ആൾക്കാർ അധികാരത്തിൽ വരും. പക്ഷെ അതിനു മുമ്പ് കൃത്യമായി ബി ജെ പിയുടെ ഒരു മാനേജിങ് ദ ഇലക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ അവർ വളരെ മെച്ചമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതിപ്പം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് SITയുടെ കാര്യം നമ്മൾ കണ്ടു. ഈ പറയുന്ന ഓരോ ഘട്ടങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, വിമൻ വോട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. നോക്കൂ, മൈഗ്രേറ്റ് ചെയ്ത് പോയവരെയെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് അപ്പുറത്ത് റെസിഡന്റ് ആയോ ഇല്ലയോ എന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് ആൾക്കാരെ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തു. കാര്യം എന്താണെന്നറിയോ, അവിടുത്തെ ഇന്ന് പ്രണവ് റോയ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ വോട്ട് ചെയ്യുന്നത് RJDക്കാണ്. അതേ സ്ഥാനത്ത് സ്ത്രീകൾ പ്രിഫർ ചെയ്യുന്നത് NDA അലയൻസിനാണ്. സ്ത്രീകളുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുക ഇവർക്കാണ്. അവിടെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന മുസ്ലിംസ് അല്ലെങ്കിൽ ലോവർ സ്ട്രേറ്റിലുള്ള സൊസൈറ്റിയിലുള്ളവർ, ഇവരാണ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ മാനേജിങ് ദ ഇലക്ഷൻ എന്ന് പറയുന്നത് അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. അവർ എല്ലാ കാര്യത്തിനും എല്ലാ ഇടപാടുകളും അവർ നോക്കുമെന്നുള്ളത് ഒന്ന്. ഒറ്റ പോയിന്റിൽ പറഞ്ഞ് ഞാൻ ഈ സ്ട്രെച്ച് അവസാനിപ്പിക്കാം. ഒരു അഡ്വാൻറ്റേജ് ഈ പ്രാവശ്യം ഉണ്ടായത്, നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഏറ്റവും സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന കളി കമ്മ്യൂണൽ കാർഡാണ്. അവർ കളിക്കുന്ന കമ്മ്യൂണൽ കാർഡാണ്. കാസ്റ്റ് കാർഡ് കളിക്കുന്ന ആൾ ഈ പറയുന്ന ബീഹാറിലെ നിതീഷ് കുമാറാണ്. കമ്മ്യൂണൽ കാർഡും കാസ്റ്റ് കാർഡിനും ഒക്കെ ഉപരി, അതൊക്കെ നടന്നിട്ടില്ലെന്നുള്ളതല്ല, ഉപരി ഇവർക്ക് NDA അലയൻസിന് നറേറ്റീവ് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാധാരണ ഇതിലൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവരാണ് നറേറ്റീവ് സെറ്റ് ചെയ്യുക. അങ്ങനെ ഈ പറയുന്ന നിതീഷ് കുമാറിനും അല്ലെങ്കിൽ NDA അലയൻസിന് അവിടെ ഒരു ഗ്രാൻഡ് നറേറ്റീവ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് മറ്റു സംസ്ഥാനങ്ങളിലെ പ്രചാരണങ്ങൾ ചെയ്യാറുള്ളതുപോലെ വലിയ വികസനത്തിന്റെ വലിയ നേട്ടങ്ങളുടെ പട്ടിക എടുത്തു പറയാനില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോഴും 20 വർഷം മുൻപത്തെ ജംഗിൾ രാജാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം, അതായത് ഈ കൊട്ടിക്കലാശ ദിവസം രാജ്യത്തെ ജനസംഖ്യയുടെ 90%നും അന്തസ്സോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്. പിന്നാക്കക്കാർക്ക് വേണ്ടി കോൺഗ്രസ് എപ്പോഴും പോരാടിയിട്ടുണ്ടെന്ന് രാഹുൽ പറയുകയാണ്. അപ്പോൾ ഈ 90% എന്ന് പറയുമ്പോൾ ഈ ദളിതുകളെ, മഹാദളിതുകളെയൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് രാഹുൽ വിഭാവനം ചെയ്യുന്നത്. അത് ഇന്നും കൃത്യമായി തന്നെ പറയുകയാണ്. ദളിത് പിന്നാക്ക ആദിവാസി രാഷ്ട്രീയം അത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ, കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഈ തവണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും? സ്മൃതി, സോഷ്യൽ ബേസ്, കോൺഗ്രസ് പാർട്ടിയുടെ സോഷ്യൽ ബേസിലെ ഇറോഷൻ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ പതനത്തിന് അല്ലെങ്കിൽ ശോഷണത്തിന് കാരണമായി. ഉത്തർപ്രദേശിലും ബീഹാറിലുമെല്ലാം ആ ഒരു സോഷ്യൽ ബേസ് നഷ്ടപ്പെട്ടു. അപ്പൊ ആ സോഷ്യൽ ബേസ്, നഷ്ടപ്പെട്ട സോഷ്യൽ ബേസ് തിരിച്ചു പിടിക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു ദൗത്യമാണ്. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഇല്ല, വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ല. അതുകൊണ്ടാണ് ഈ ബീഹാറിൽ 2 വിഭാഗങ്ങൾ, ദളിത് വിഭാഗത്തിന് ഏതാണ്ട് 10-11% വോട്ടുണ്ട്. മഹാദളിതുകൾ അവരുടെ നിർണായക ശക്തിയാണ്. അതിനൊപ്പമാണ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് EBC വിഭാഗങ്ങൾ, ഇക്കണോമിക്കലി ബാക്ക്വേർഡ് വിഭാഗങ്ങൾ. ഈ വിഭാഗങ്ങളിലേക്ക് കോൺഗ്രസിന് ന്യായമായി ഇറങ്ങിച്ചെല്ലാൻ കഴിയേണ്ടതാണ്. പക്ഷെ മറ്റു പല കാരണങ്ങളാൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടി ദളിതുകളെയും കൊണ്ടുപോകുന്നു. ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം പാർട്ടി ദളിതുകളെ അല്ലെങ്കിൽ അതീവ പിന്നാക്ക വിഭാഗങ്ങളെ കൊണ്ടുപോകുന്നു. അവിടെ കോൺഗ്രസിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആ സോഷ്യൽ ബേസ് വ്യാപിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു കോൺഗ്രസ് പാർട്ടിക്ക്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം കോൺഗ്രസിന് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ടതുണ്ട്. കാരണം മുസ്ലിം വോട്ടിന്റെ നല്ലൊരു പങ്ക് RJDയിൽ നിന്ന് മുന്നണിക്കുള്ളിൽ തന്നെ കോൺഗ്രസിലേക്ക് വരികയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവരെ ബീഹാറിലെ മുസ്ലിങ്ങൾ ഒരു നേതാവായി ഇപ്പോൾ അംഗീകരിക്കുകയാണ്. അപ്പൊ RJDക്ക് അതിനുള്ളിൽ ഇപ്പോൾ ഒരു ഫൈറ്റ് വിത്തിൻ ദ ഫൈറ്റ്, ആ ഒരു രീതിയിലേക്ക് നിൽക്കുകയാണ്.
അതുപോലെ തന്നെ പിന്നെ BJP ആ JDUവിന്റെ വോട്ട് ബേസിലേക്ക് കടന്നു കയറാൻ, നോൺ യാദവ് OBC വോട്ട് ബേസിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമുണ്ട്. അതുകൊണ്ട് ഈ മുന്നണികൾക്കുള്ളിൽ തന്നെ പരസ്പരം ഈ ഗോബിളപ്പ് ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഇവിടെ കോൺഗ്രസിനെ കുറിച്ചാണ് സംസാരം എന്നതുകൊണ്ട് പറയുകയാണ്, രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഉപരിതലത്തിൽ ഐക്യം കാട്ടുന്നു. പക്ഷെ താഴെ തലത്തിലേക്ക് എത്രത്തോളം ഗാഠമായി ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ബിയോണ്ട് ദി MY കോമ്പിനേഷൻ, അപ്പൊ ഭിന്നബിലിറ്റി എന്ന് പറയുന്നത് MY കോമ്പിനേഷന് പുറത്ത് അവർക്ക് ലഭിക്കാവുന്ന, മുസ്ലിം യാദവ് കോമ്പിനേഷന് പുറത്ത് മഹാഗഠബന്ധന് ലഭിക്കാവുന്ന വോട്ടുകളുടെ എണ്ണം പരിമിതമാണെന്ന് ഓർക്കണം. അതേസമയം കുറച്ചുകൂടി വിശാലമാണ് NDAയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത്. അവിടെ ഭൂമിഹാർ വിഭാഗങ്ങളുണ്ട്, പിന്നെ ഹിന്ദു മുന്നാക്ക വിഭാഗം, ബ്രാഹ്മൺ വിഭാഗമുണ്ട്. അതൊക്കെ BJP കൊണ്ടുവരാൻ സാധ്യതയുള്ള വോട്ടുകളാണ്. അതേപോലെ തന്നെ JDUവിന്റെ അടിയുറച്ച വിശ്വാസമാണ് യാദവ് ഇതര OBCകൾ നിതീഷ് കുമാറിനെ ഇപ്പോഴും കൈവിട്ടിട്ടില്ല എന്നത് കൃത്യമായി പറയാൻ കഴിയും. അതുകൊണ്ട് രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, അതായത് ഈ ഹിന്ദുസ്ഥാൻ അവാം പാർട്ടിയും അതുപോലെ രാംവിലാസ് പാസ്വാനും ചിരാഗ് പാസ്വാനും നേതൃത്വം നൽകിയിരുന്ന പാർട്ടി, ആ പാർട്ടിയും എല്ലാം തന്നെ കൊണ്ടുവരുന്ന ദളിത് വോട്ടുണ്ട്. ഇതെല്ലാം ചേരുമ്പോൾ ഒന്നാം തരം ബാലൻസ് ആണ് ഇവിടെ. അത്രയും എത്തുന്നില്ല ഇപ്പുറത്ത്. അപ്പൊ അവിടെയാണ് ബേസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. ഈ പിന്നെ RJDക്ക് ബേസ് വർദ്ധിപ്പിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാകും. കാരണം നേരത്തെ പറഞ്ഞ ജംഗൽ രാജിന്റെ ഓർമ്മകളും എല്ലാം ഉണ്ട്. അതേസമയം കോൺഗ്രസിന് ബേസ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നൊരു വിശ്വാസത്തിലാണ്. പക്ഷെ കോൺഗ്രസിന് മുൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 70 സീറ്റ് മത്സരിക്കാൻ ലഭിച്ചത് കട്ടപ്പുകയായി 19 സീറ്റിൽ മാത്രമാണ് ജയിച്ചു കയറാൻ കഴിഞ്ഞത്. സ്ട്രൈക്ക് റേറ്റ് പരിമിതമായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് ഇപ്രാവശ്യം 61 സീറ്റ് അനുവദിക്കുകയും 59 സീറ്റിൽ മത്സരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ പരിതാപകരമാവുകയും RJD സ്ട്രൈക്ക് റേറ്റ് മെച്ചപ്പെട്ട രീതിയിൽ തുടരുകയും ചെയ്താൽ വീണ്ടും ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. സമാനമായ സാഹചര്യം മറുപക്ഷത്തുമുണ്ട്. BJPയുടെ സ്ട്രൈക്ക് റേറ്റ് നല്ല ഒന്നാം തരം സ്ട്രൈക്ക് റേറ്റ് ആണ്. അവരെ 110 സീറ്റിൽ മത്സരിച്ച് 74 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചു. അതേസമയം 119 സീറ്റിൽ മത്സരിച്ച ജനതാദൾ യുണൈറ്റഡ്, നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കേവലം 43 പേരെ മാത്രമേ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനുള്ള പ്രധാന കാരണം പസ്വാൻ ഇഫക്റ്റ് ആണ്. അതായത് പിന്നെ ദളിത് പാർട്ടി ഏതാണ്ട് എല്ലാ സീറ്റിലേക്കും JDU മത്സരിച്ച മിക്ക സീറ്റിലും ദളിത് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥികൾ വോട്ട് കട്ടേഴ്സായിട്ട് പ്രവർത്തിച്ചു, JDUവിന്റെ വോട്ട് കട്ടേഴ്സായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ JDU നിഷ്പ്രഭമായി പോവുകയും 43ലേക്ക് ഒതുങ്ങുകയും ചെയ്തു. ഇപ്രാവശ്യവും അതുപോലെ സംഭവിക്കുന്നില്ല എങ്കിൽ പോലും ആ പാർട്ടി ഇപ്പോൾ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഈ JDUവിനും BJPക്കും ശേഷം 29 സീറ്റുമായി ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി ശക്തമായ സാന്നിധ്യം തന്നെയാണ്. പക്ഷെ അവിടെയും ചില റിബൽ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ മറ്റു ചില പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ നിർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എങ്ങനെയും നിതീഷിന്റെ വിലപേശൽ ശക്തി കുറച്ചു കൊണ്ടുവരികയും ഒരു BJP മുഖ്യമന്ത്രി സാധ്യമാവുകയും ചെയ്യുമോ എന്ന ആലോചനയിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം ബീഹാറിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടു ഭാഗത്തും ഈ പടലപിടുക്കങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ചും NDA ക്യാമ്പിലെ അസ്വാരസ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. വോട്ടെടുപ്പിന് ശേഷം കൃത്യമായ നമ്പറിൽ കൃത്യമായ തുക, ഈ 101 സീറ്റിൽ വീതം BJPയും JDUവും ഏതാണ്ട് സമാനമായ എണ്ണമാണ് ജയിച്ചു വരുന്നത്. മത്സരിച്ചുകൊണ്ട് ആദ്യപടി BJP അത് കാണിക്കുകയാണ്. മാത്രമല്ല പിന്നീട് ചിരാഗ് പാസ്വാനെ മുന്നിൽ വെച്ച് നിതീഷിനെ വെട്ടുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. നിതീഷിന് ആ സംശയമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ ഇടയ്ക്ക് അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് എന്നടക്കമുള്ള വാർത്തകൾ മുന്നോട്ട് വന്നിരുന്നതാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ ബീഹാറിൽ അങ്ങ് യാത്ര ചെയ്തത് കൂടിയാണല്ലോ. അപ്പോൾ അങ്ങ് കണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ അവിടുത്തെ ദളിതർ 20%, അവർ അതിദരിദ്രരാണ് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ 77.4% ഉന്നത ജാതിക്കാർ വരുന്നുണ്ട്. അതിൽ 10 ഏക്കറെങ്കിലും ശരാശരി ഭൂമിയുള്ളവരാണ് എല്ലാവരും. പക്ഷേ ദളിതരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ ദളിതർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന നിൽക്ക് നിതീഷ് കുമാറിന് ഒരു പിന്തുണയുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ കുർമി വിഭാഗമൊക്കെ വളരെ കുറഞ്ഞ ശതമാനമാണ്. അദ്ദേഹത്തിൻ്റെ വിഭാഗം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ശതമാനമാണെങ്കിൽ കൂടി ബാക്കിയുള്ള ദളിതരും മഹാദളിതരും ഒക്കെ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 20 വർഷം എന്തു ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി എന്നൊരു ചോദ്യം അവിടെയില്ലേ? ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ? ഇതുവരെയുള്ള സാഹചര്യങ്ങൾ മാറാത്തതുകൊണ്ട്. അതിന് മുമ്പൊരു കാര്യം പറയാം. എമർജൻസി കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ സമ്പൂർണ്ണ ക്രാന്തി ടോട്ടൽ റെവല്യൂഷൻ കാലത്ത് ഞാൻ ബീഹാറിൽ പഠിക്കുകയായിരുന്നു. അന്ന് ബീഹാറിൽ എല്ലാ വിദ്യാലയങ്ങളും 1.5 വർഷമാണ് അടച്ചിട്ടിരുന്നത്.
അപ്പോൾ അത്രയും വലിയ ഊർജ്ജമുള്ള ഒരു സ്റ്റേറ്റാണ് ബീഹാർ, സമ്പൂർണ്ണ ഗാന്ധി ജയപ്രകാശിൻ്റെ. പക്ഷേ ഇപ്പോൾ ഊർജ്ജമൊന്നും കാണുന്നില്ല. അതെന്താ പ്രശ്നം എന്നുകൂടെ ഞാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു വരാം നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന്. ഈ ഇത്തവണത്തെ ഈ പരാജയത്തിന് ഏറ്റവും വലിയ മഹാഗഠബന്ധൻ പരാജയപ്പെടുക അതിന് കോൺഗ്രസ്സാണ് കാരണക്കാരൻ. ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. നിതീഷ് കുമാർ പറഞ്ഞ് എന്നെ കൺവീനറാക്കണം ഇന്ത്യ അലയൻസിൻ്റെ, അന്ന് അതിൻ്റെ പേര് പറയണം. അയാളെ കൺവീനറാക്കായിരുന്നല്ലോ. അത് ഒന്നും സംഭവിക്കാൻ പാടില്ല. പിന്നെ ഇലക്ഷന് ജയിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമായിരുന്നു. അങ്ങനെയല്ലായിരുന്നു 30 സീറ്റ് പോകില്ല ബീഹാറിൽ. അതിനുശേഷം ഇപ്പോൾ കേൾക്ക്, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 സീറ്റിൽ തോറ്റു. അവിടെ പാർട്ടിയിലല്ലോ, പാർട്ടിക്ക് ഏത് വോട്ട് ബാങ്ക് ഉള്ളത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ തോറ്റത് കാരണം ആണ് കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ട് ഒരു 10 സീറ്റ് കൂടുതൽ കിട്ടണേ അവർക്ക് ഭരണം കിട്ടിയേനെ. മൂന്നാമത് അവർക്ക് ഇപ്പോഴും ഒരു നേതാവുണ്ടോ? ഒരാളുടെ പേര് പറയും. ഞാനവിടെ പഠിക്കുമ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ബീഹാറിലെ നേതാവ് രാജേന്ദ്ര പ്രസാദിന് ശേഷം ചിലപ്പോൾ അബ്ദുൽ ഗഫൂർ ആയിരുന്നിരിക്കും. അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ മുസ്ലിം വോട്ടും ഇല്ല, ബ്രാഹ്മൺ വോട്ടും ഇല്ല. അതിൻ്റെ പേര് ബാം എന്നായിരുന്നു, ബ്രാഹ്മൺ, ഹരിജൻ, ആദിവാസി, മുസ്ലിം എന്നുള്ള. മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ഒരേമാതിരിയാണെന്നേ. ആര് ഭരിച്ചാലും കാര്യം സെയിം തന്നെ. എന്താ അറിയോ, ഈ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. RJD ഉണ്ടായിരുന്ന മെമ്പർമാരാണ് ഭൂരിപക്ഷം ഇപ്പോൾ JDUവിലുള്ളത്. ഇപ്പം തന്നെ അവിടെ കാണുന്ന സമ്രാട് ചൗധരിനെ അവർക്കും ഇല്ലല്ലോ. ഇപ്പം എന്താ പ്രശ്നം എന്നറിയോ, ആകെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്ന് ബീഹാറിലുള്ളൂ. സുശീൽ കുമാർ മോദി നേരത്തെ ഇല്ല. ഞാൻ അതാ പറഞ്ഞു, ഞാൻ വരയുന്ന അതിലോട്ട്. ഇപ്പം സമ്രാട് ചൗധരി എന്ന് പറഞ്ഞ ആൾ അപ്പോൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള അയാൾ മറ്റേ RJDയിലായിരുന്നു മുമ്പ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സഗുനി ചൗധരിയും RJDയിലായിരുന്നു. അപ്പോൾ അവർക്ക് ആളില്ല, കോൺഗ്രസ്സിന് ആളില്ല, JDUവിന്. ഇനി ഞാനൊരു ന്യൂറോളജിസ്റ്റാണെന്ന് കൂടെ മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയർ പാറ്റേൺ അസംബ്ലിയിലും മോഡിയുടെ കാലിലൊക്കെ വീണതായിരുന്നു. അദ്ദേഹത്തിന് ചെറിയ ഡിമെൻഷ്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അൽസീമേഴ്സ് ആണോ അല്ലെന്നൊക്കെ വേറെ വിഷയം. അപ്പോൾ ഒറ്റ ഇതുള്ളൂ, നേതാവുള്ളൂ. ആ നേതാവിനെ നേതാവാക്കാൻ കോൺഗ്രസ് പാർട്ടി വെറുതെ കടുപിടുത്തം പിടിച്ചതല്ലേ. എത്ര തവണ CPIML ദിബാങ്കർ ഭട്ടാചാര്യയും മറ്റുള്ള CPIയുടെ ആൾക്കാരൊക്കെ പോയി അവിടെ വെറുതെ ഒരു കടുപിടുത്തം പിടിക്കുക. അപ്പോൾ മുഖ്യമന്ത്രി ഫേസ് ആരാന്നുള്ള പറഞ്ഞൂടെ, മുഖ്യമന്ത്രി ഫേസ് ഇന്നതാണ്, അദ്ദേഹമല്ല ഉള്ളൂ. മനസ്സിലായില്ലേ? ഇന്ന് അവിടെ ബീഹാറിൽ നമ്മുടെ ഇതുവരെ എല്ലാ ഒപ്പീനിയൻ പോളും നോക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവ് RJDയുടെ തേജസ്വി യാദവാണ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ മറ്റേ പുരോഗതിയുടെ കാര്യം വളരെ നിങ്ങളെല്ലാവരും പറഞ്ഞു, ഞാനും പറഞ്ഞല്ലോ, അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു പുരോഗതി ആ സ്റ്റേറ്റിന് ഉണ്ടായിട്ടില്ല. ഒക്കെ പട്ടിണിയായിട്ട് നടക്കുന്ന ആൾക്കാർ അവരിവിടെ വന്നിട്ട് നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെ വൻപിച്ചൊരു പരാജയമാണ് ഇന്ന്. അതായത് ഒരു 6-8 മാസം മുമ്പുള്ള ഒപ്പീനിയനുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ മഹാഗഠബന്ധൻ ജയിക്കും എന്നുള്ള മട്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് പറയാനൊന്നും പറ്റൂല. നമുക്ക് ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതാവില്ലാത്ത സ്ഥിതിക്കും അവർക്ക് മറ്റവർക്കും ഇല്ലാത്ത സ്ഥിതിക്കും RJDയുടെ നേതാവായിട്ടുള്ള, അത് അഴിമതിയൊക്കെ അവിടെ നിൽക്കട്ടെ, അഴിമതി എല്ലാ സ്ഥലത്തും അഴിമതി നടക്കണ്ടല്ലോ, അതൊന്നും അവിടെ ഒരു ഫാക്ടറാവുന്നില്ല. മനസ്സിലായില്ലേ? എനിക്കുള്ള ഒറ്റ പേടി എന്താണെന്ന് വെച്ചാൽ ഈ 10,000 രൂപ സ്ത്രീകളുടെ പോക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ, അവരുടെ അക്കൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മാറി ചിന്തിക്കുമോ എന്നുള്ള, അവർക്ക് ഓൾറെഡി നിതീഷ് കുമാറിനോട് സ്നേഹമുണ്ടെന്നുള്ളൊരു കാര്യം ശരി തന്നെയാണ്. പിന്നെ അപ്പുറത്തിന് ഈ കുറച്ച് കോൺഗ്രസ് പറഞ്ഞു തേജസ്വി യാദവിനും പ്രശ്നമുണ്ട്. അതൊരു യാദവ് രാജായിരുന്നു. ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് വെറുതെ ഞാൻ ബീഹാറിൽ പോയപ്പോൾ അവിടെ ഒരാളെ കണ്ട് സുഹൃത്തിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വെറും യാദവ് രാജാണ് നടക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? ഇപ്പോഴും അവിടുത്തെ ഏറ്റവും വലിയ കുഷ്വാഹ, കുർമി, അതുമാതിരിയുള്ള EBC എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും അവരിപ്പോഴും തേജസ്വി യാദവിനെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. മാത്രമല്ല ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ എന്നെക്കാട്ടും സ്ഥിരം അപ്പിയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ, ആ ലിസ്റ്റിൽ ഇപ്പോഴും യാദവർ തന്നെയാണ് ഇവർ ലിസ്റ്റിൽ കൂടുതലായിട്ടുള്ളത്. ഇവർ EBC കാൻഡിഡേറ്റുകളൊന്നും ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടൊന്നുമില്ല, നിർത്തിയിട്ടില്ല അധികം RJD. എന്നാൽ കൂടി എൻ്റെ വിശ്വാസം എന്താണെന്നൊരു ഗംഭീര പോരാട്ടം നടക്കും. ബീഹാറിലെ ജനങ്ങൾക്ക് ഇത് പറയാൻ പറ്റുള്ളൂ, RJD ആണോ വരാൻ പോണത് അതോ JDU ആണോ വരാൻ പോണത്. ഒരു കാര്യം തീർത്ത് ഞാൻ പറയാം, ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് JDU ആസ് എ പാർട്ടി. കാരണം അറിയപ്പെടുന്ന ഒരൊറ്റ നേതാവിൻ്റെ പേരും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ പാർട്ടി ഈ നിതീഷ് കുമാറിനെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. BJP പിന്നെ സെൻട്രലൈസ്ഡ് ആണ്. അതിന് നേതാവില്ലെങ്കിലും വേറെ ആരെങ്കിലും അവിടെ നിന്ന് പാരച്യൂട്ട് ചെയ്ത് വിട്ടാലും അതിനെ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കും. അതാണല്ലോ അതിൻ്റെ ചരിത്രം. ഇപ്പോൾ ഉള്ള മുഖ്യമന്ത്രിമാരിൽ തന്നെ 8-9 മുഖ്യമന്ത്രിമാരെ ശ്രുതി പോലും കേട്ടിട്ടുണ്ടാവില്ല അതിനു മുമ്പ് ഒരു പൊളിറ്റിക്കൽ ഫീൽഡിൽ. അങ്ങനത്തെ ആൾക്കാർ അവരയക്കുന്നുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതില്ല. മുസ്ലിം വോട്ട് EBC JDUവിൽ നിന്ന് കംപ്ലീറ്റ് മാറി. അത് ഇത്തവണ ഏറ്റവും കുറവ് മുസ്ലിം കാൻഡിഡേറ്റിനാണ് എല്ലാവരും നിർത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പേടിച്ചിട്ടാണെന്ന്. ആകെ 17% മുസ്ലിമുകൾക്ക്
18 സീറ്റ് മാത്രമാണ് എല്ലാ പാർട്ടികളും കൂടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ കൊടുത്തത് RJD ആണ്. BJP ഒന്നും കൊടുത്തിട്ടില്ല. BJP ഒന്നും കൊടുക്കാതിരിക്കുന്നതിനെ കൊണ്ട് ദർ വിൽ ബി എ മുസ്ലിം കൺസോളിഡേഷൻ ഇൻ ഫേവർ ഓഫ് ദി ഇന്ത്യ അലയൻസ് എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം ഇന്ത്യ അലയൻസ് ജയിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഏതായാലും ഒരു വാക്ക്, ഒരു തമാശയും കൂടെ പറഞ്ഞിട്ട് പണ്ട് പറയാറുണ്ട്, ജബ് തക് സമൂസ മേ ഹേ ആലു തബ് തക് ബീഹാർ മേ രഹേഗ ലാലു. അപ്പോൾ അതേമാതിരി ലാലു കാ ബേട്ട അവിടെ ബീഹാർ സമൂസേൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെ ഇരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ശരി, ഇപ്പോഴേതായാലും വരുന്ന ഒരു ബ്രേക്കിംഗ് വാർത്ത എന്നുള്ളത് രാഹുൽ ഗാന്ധി നാളെ വാർത്താ സമ്മേളനം നടത്തുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ കുറച്ചു കാലമായുള്ള വാർത്താ സമ്മേളനങ്ങൾ അറിയാമല്ലോ, വെളിപ്പെടുത്തലുകളാണ്. നാളത്തെ വാർത്താ സമ്മേളനം എന്ത് ബോംബുമായിട്ടാണ് വരുന്നതെന്ന് അറിയില്ല. ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ നാളത്തെ വാർത്താ സമ്മേളനം, നാളെ ചില സുപ്രധാന വെളിപ്പെടുത്തലുകൾ രാഹുൽ ഗാന്ധി നടത്തുമെന്ന് പറയുകയാണ്. ഒന്നാം ഘട്ടത്തിൻ്റെ തൊട്ട് തലേ ദിവസം അതെങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതേണ്ടത്? അല്ല, പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് തീർച്ചയായിട്ടും ഇലക്ഷൻ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണല്ലോ. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി നിലയ്ക്ക് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് 2 കാര്യങ്ങളാണ് എനിക്ക് വളരെ ഇതായി തോന്നുന്നത്. ഒരുപാട് വിഷയമുണ്ട്, ആര് അധികാരത്ത് വരും, അത് അവിടുത്തെ കോൺഫിഗറേഷൻ, സോഷ്യൽ കോൺഫിഗറേഷൻ എങ്ങനെ മാറുന്നുള്ളത്. 2 കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസിൻ്റെ റിവൈവൽ എങ്ങനെയാണെന്നുള്ളത്. അത് കോൺഗ്രസ് ഒരു റിവൈവലിൻ്റെ പാത്ത് അന്വേഷിക്കണം. അത് RJD, അത് നമ്മൾ എല്ലാവർക്കും തിരിച്ചറിയാവുന്ന കാര്യം. അപ്പോൾ ആ ഒരു പാത്ത് അന്വേഷിക്കണം. അതിന് ബീഹാറിൽ മാത്രമല്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക, അത് ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ്. RJDക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ബീഹാറിലാണ്. പക്ഷേ കോൺഗ്രസ് RJDയെ കൂട്ടിച്ചേർന്നല്ല. നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം, മുസ്ലിം വോട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഒരു മുസ്ലിം വോട്ടിനൊരു കോഷ്യൻ്റ് ഉണ്ട്. ഇപ്പോൾ 80കളിലൊക്കെ രാഷ്ട്രീയ പുസ്തകങ്ങൾ വായിക്കും മനസ്സിലാക്കും ഈ BJPയുടെ രാഷ്ട്രീയവാദം ഉയരുന്ന എവിടെ നിന്നറിയും. ഈ സ്യൂഡോ സെക്യുലർ എന്ന വാദം, ഈ മുസ്ലിം പ്രീണനം എന്ന വാദം ഉയരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് കോൺഗ്രസ് വന്ന കാലഘട്ടമാണത്. അടിയന്തരാവസ്ഥ തിക്താനുഭവം ഉണ്ടായിട്ട് പോലും, മുസ്ലിം സമൂഹത്തിന് തിക്താനുഭവം ഉണ്ടായിട്ട് പോലും ഇത് കോൺഗ്രസ് എല്ലാവരും ശക്തിപ്പെടുത്താണ്. UPയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ കോൺഗ്രസ് ശക്തി പകർന്നാണ് ഈ മുസ്ലിം കൺസോളിഡേറ്റഡ് വോട്ട്. അതിപ്പോഴും അധികാരത്തെ കൊണ്ട് അതിനെ ചിതറിപ്പിച്ചതാണ്. നമുക്ക് പിന്നീടുണ്ടായ ഈ എന്താ പറയുക, പുതിയ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ചിതറി പല രൂപങ്ങളായി മാറുകയും ആ വോട്ട് ചിതറുകയും അത് കോൺഗ്രസ് നഷ്ടപ്പെടുകയാണ്. കോൺഗ്രസിന് ശരിക്കുള്ള ക്ഷീണത്തിൻ്റെ ആരംഭം. അപ്പോൾ ആ മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോഴും എന്താ പറയുക കേന്ദ്ര അധികാരത്തിൽ വലിയ സഹായം നിലനിൽക്കുന്നതാണ്. കാര്യം അതൊരു കൺസോളിഡേറ്റ് വോട്ടുണ്ടായിരുന്നു. അത് ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിരുന്ന രാജീവ് ഗാന്ധി കിട്ടിയിരുന്ന വോട്ടാണ് അതുള്ളത്. അതിപ്പോൾ 80കൾ നോക്കി കാണാൻ പറ്റും അതിൻ്റെ നമ്മുടെ അതിൻ്റെ ആ കോഷ്യൻ്റ് എന്തായിരുന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ റിവൈവൽ പാതയാണ് പ്രധാനപ്പെട്ട കാര്യം. 2, ഈ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി എന്ത് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. കാര്യം പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്കും ഈ ബീഹാറിനപ്പുറം ചില സാധ്യതകളുണ്ട്. കാര്യം ബീഹാറിൽ അയാൾ ഒരു ഇലക്ട്രൽ സ്ട്രാറ്റജിസ്റ്റാണ്. ആ സ്ട്രാറ്റജിയാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അയാളുടേതായ രീതിയിൽ ഈ യുവാക്കളെ അഡ്രസ്സ് ചെയ്യുന്നു. അയാൾ ഈ കാസ്റ്റിഫിക്കേഷനെ പുറത്ത് പോയിട്ട് പല കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അതെങ്ങനെ എത്രമാത്രം വോട്ട് സമാഹരിക്കും, അത് എത്രമാത്രം സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും, അത് നിർണായകമാവുമോ, നിർണായകമായി കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഫോർമേഷൻ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുമോ. അതായത് ഏത് ഗവൺമെൻറ്റാണ് ഫോം ചെയ്യുന്നത് പ്രധാനപ്പെട്ട അത് പിന്നിന്നോ ഉള്ളിന്നോ സപ്പോർട്ട് ഘടകമായി മാറും. അങ്ങനെ അത് പ്രധാനപ്പെട്ട ഫോഴ്സായി മാറിയാൽ അത് ബീഹാറിൽ നിൽക്കാൻ പോകുന്നില്ല. കാര്യം അത്ര ഫോർമേഷൻസ് മഹാരാഷ്ട്രയിൽ ഓർഡിനറി ഇമ്പാക്റ്റ് മഹാരാഷ്ട്രയിൽ കാണും. പ്രശാന്ത് കിഷോർ മാത്രം ഒരുപാട് ഇതുപോലെ ഇലക്ട്രൽ സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്, ഇവർക്ക് മഹാരാഷ്ട്രയിൽ. അങ്ങനെ ഈ 2 പ്രധാനപ്പെട്ട കാര്യം ഇലക്ഷൻ നമ്മൾ കാണാം. അപ്പോൾ കോൺഗ്രസിൻ്റെ റിവൈവൽ പാത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വിജയിക്കുകയാണെങ്കിൽ RJD മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് RJD പ്രധാനപ്പെട്ട കക്ഷിയാണെങ്കിലും കോൺഗ്രസിൻ്റെ തിരിച്ചുവരവെന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തമാണ് ഈ 2 കാര്യങ്ങളെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ശരി, ലാൽകുമാർ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം മാത്രമാണോ, ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ തന്നെയും അതീവ നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ ഇത്? നിശ്ചയമായി അതെ. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം, കോൺഗ്രസിന് ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ ഈ സ്റ്റേറ്റുകളിൽ ഒന്നും പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം നോക്കൂ, ഒരു ഇടതുപക്ഷക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു വിമർശനം ഉന്നയിക്കേണ്ട എന്ന് വെച്ച് ഞാൻ ഒഴിഞ്ഞു നിന്നതാണ്. കോൺഗ്രസിൻ്റെ റോൾ ഇപ്പം നോക്കൂ, സ്മൃതി തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശശി തരൂർ പറയുന്നത് ഈ പറയുന്ന BJPക്ക് അനുകൂലമായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന BJP ആണ്. അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ അവരിപ്പോഴും തയ്യാറല്ല. അപ്പോൾ കോൺഗ്രസ്സിന് ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റും മിഷൻ സ്റ്റേറ്റ്മെൻറ്റും ഇല്ലാത്ത രീതിയിലാണ് ഈ പറയുന്ന മോഡേൺ പൊളിറ്റിക്സിൽ കാര്യങ്ങൾ നടക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കോൺഗ്രസ് പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലും കോൺഗ്രസ് വീണ്ടും നമ്മൾ വിമർശിക്കുന്നത് ദുരുദ്ദേശത്തോടുകൂടിയാണെന്നുള്ള രീതിയിൽ അവരൊരു നറേറ്റീവ് കൊണ്ടുവരും. ഒന്നത് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു, രസകരമായൊരു കാര്യം, നിതീഷ് കുമാറിൻ്റെ ഹെൽത്തിൻ്റെ സ്റ്റേറ്റസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിലേക്ക് ഒരു കമൻ്റ് ഇല്ല. ഇപ്പം ന്യൂറോളജിസ്റ്റും കൂടെ ആയ ആളാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ പ്രശ്നം, പൂർണ്ണമായും മറവി വന്ന ഒരാളാണെങ്കിലും നിതീഷ് കുമാറിൻ്റെ അടുക്കൽ
മുഖ്യമന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ അപ്പം റെഡിയാ. ഈ മുഖ്യമന്ത്രി എന്നുള്ള വാക്കും കസേരയും അതൊക്കെ കൃത്യമായിട്ട് പുള്ളിക്ക് ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം എന്താണ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ മാത്രം. ബാക്കി ജനങ്ങളെ ബാധിക്കുന്ന എന്ത് വിഷയമുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വിഷയമാകാനേ സാധ്യതയില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ബീഹാറിൻ്റെ സ്ഥിതി 20 വർഷം ഭരിച്ച ശേഷവും നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട വരില്ലായിരുന്നു. ഉറപ്പായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ പ്രോഗ്രസ് റിപ്പോർട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് കാര്യത്തിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിലും ഒക്കെ പറ്റിയേനെ. ഇതിപ്പോൾ പാറ്റ്ന ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വികസനമാണ് പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നാളത്തെ ഹൈഡ്രജൻ ബോംബിനെ കുറിച്ച്, നാളെയാണോ ഹൈഡ്രജൻ ബോംബ് അദ്ദേഹം പൊട്ടിക്കാൻ പോകുന്നതെന്നറിയില്ല. പക്ഷേ അതും ബാക്ക്ഫയർ ചെയ്യാതെ നോക്കേണ്ടത് ഈ പറയുന്ന വാർത്താ സമ്മേളനം നടത്തുന്ന ആളുടെ ജോലിയാണ്. കാര്യം ഏതെങ്കിലും രീതിയിൽ ഒരു ഫാക്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ BJPക്ക് ഇത് തെറ്റാണെന്ന് പറഞ്ഞ് നാട്ടുകാരിലേക്ക് എത്തിക്കാനുള്ള മെഷീനറി അവരുടെയിലുണ്ട്. അതേ സ്ഥാനത്ത് കോൺഗ്രസിന് അതില്ല. അതും കൂടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലാസ്റ്റ് മൊമെന്റിലുള്ള ആ ഗെയിമിന് അങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുന്നു. ശരി, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്.